ഇവിടെ ഈ ഓട്ടോയിൽ നിന്ന് ലഞ്ച് ബോക്സ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് ഈ പയ്യനാന്ന് വെച്ചാൽ അവൻ്റെ അനിയത്തിനോട് അനിയത്തി നീ എന്തെങ്കിലും ലഞ്ച് ബോക്സ് മറന്നു വെച്ച് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ആ അനിയത്തിയുടെ കൂട്ടുകാരൻ ഇവൻ നിന്റെ ചേട്ടനാണോ, നിന്റെ ചേട്ടൻ എന്തോ IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാന്നല്ലേ നീ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അനിയത്തി പറയുന്നത് അല്ല ഇവരൊന്നും എൻ്റെ ചേട്ടനല്ല, ആ ലഞ്ച് ബോക്സ് ഞാൻ ഓട്ടോയിൽ വെച്ച് മറന്നു, ഞാൻ ഇന്ന് ഓട്ടോയിലാണല്ലോ വരുന്നത്, അപ്പം അത് തരാൻ വേണ്ടി വന്നതായിരിക്കും, ഇതാരാണെന്ന് എനിക്കറിയൊന്നുമില്ല, ഏതോ ഒരു ഓട്ടോക്കാരനാണെന്നും പറഞ്ഞ് അനിയത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ഈ പയ്യൻ്റെ കൂട്ടുകാരൻ കേൾക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൻ ഈ പയ്യനോട് ചോദിക്കുകയാണ് നീ നിന്റെ പഠിപ്പ് നിർത്തി അനിയത്തിയുടെ പഠിപ്പെന്ന് പറഞ്ഞാണ് ഈ ഓട്ടോ ഓടുന്നത്, എന്നിട്ട് അവളത് വില പോലും വെക്കുന്നില്ല, പിന്നെ നീ ആർക്ക് വേണ്ടിയായി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ചേട്ടനും അവൾ എൻ്റെ അനിയത്തിയല്ലേ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നത്തെ ദിവസമാണെന്ന് വെച്ചാൽ അനിയത്തി വീട്ടിൽ വന്നതിന് ശേഷം ഈ ചേട്ടൻ ഒരുപാട് ചീത്ത പറയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കോളേജിൻ്റെ ഗേറ്റിന് മുന്നിൽ വരെ മാത്രം നീ വരാൻ പാടുള്ളൂ, കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറരുതെന്ന്. ആഫ്റ്റർ ഓൾ ഒരു ഓട്ടോക്കാരൻ്റെ പെങ്ങളാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് നല്ല നാണക്കേടുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആ ചേട്ടന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. ആ ഒരു സമയം അവിടേക്ക് 2 പേര് വരുന്നുണ്ട്. അവരെന്തിനാ വന്നതെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ബ്രദറിന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്കൊക്കെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആ 2 പേര് എന്തിനാ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഓട്ടോ എല്ലാം സ്ട്രൈക്ക് ആയിരുന്നു. ഒരു വണ്ടി ഒരാളുടെ അനിയനെ ഇടിച്ചിട്ടുകൊണ്ട് പോവാണ്. ആരും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയേയില്ല. ആ ഒരു സമയത്ത് ഈ പയ്യൻ ചെന്ന് ഒന്നും നോക്കാതെ ആ ഇടിച്ചു കിടക്കുന്ന പയ്യനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് കറക്റ്റ് സമയത്ത് അവൻ്റെ ജീവൻ രക്ഷിക്കുകയാണ്. ആ ഒരു സമയം ഈ 2 പേരും എന്ന് വെച്ചാൽ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് ഈ പയ്യന് കൊടുത്തിട്ട് പറയാണ് ഞങ്ങളും ആദ്യമെല്ലാം വിചാരിച്ചിരുന്നു ഓട്ടോക്കാരെ അത്രയും വില കുറച്ച് കണ്ടിരുന്നത്, പക്ഷെ നിങ്ങളുടെ മനസ്സ് ഭയങ്കര വലുതാ, നിങ്ങൾ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ചത്തുപോയേനെ, നിങ്ങളുടെ ഓട്ടോയോ എനിക്ക് ദൈവമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു പയ്യൻ പൈസ വാങ്ങുന്നില്ല, ഈ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരു പുണ്യകർമ്മത്തിനും വിലയില്ലാതായി പോകും, അതുകൊണ്ട് അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാണ്. ഇതെല്ലാം കേട്ട അനിയത്തിക്ക് മനസ്സ് മാറുന്നുണ്ട്. തന്റെ ചേട്ടൻ ഇത്രയും നല്ലൊരാളായിരുന്നു എന്ന് അവൾ ഇപ്പം അറിയുന്ന പോലെ ചേട്ടനോട് സോറി എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അനിയത്തിനെ കോളേജിലാക്കാനായിട്ട് പോകുമ്പോൾ ഗേറ്റിന് കുറേ മുന്നേ തന്നെ ചേട്ടൻ ഓട്ടോ നിർത്തുമ്പോൾ അനിയത്തി പറയാണ് ചേട്ടൻ ഇവിടെ ഒന്നും ഓട്ടോ നിർത്തണ്ട, കോളേജിന്റെ ഉള്ളിലേക്ക് പൊക്കോന്ന് പറയാണ്. ഗേറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് തന്നെ കോളേജിന്റെ ഫ്രണ്ടിലാക്കാൻ പറയാണ്. അത് നിനക്ക് കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, വേഗം പോകുന്നു അനിയത്തി പറയുന്നുണ്ട്. അവിടെ വെച്ച് അന്ന് കണ്ട അനിയത്തിന് ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ വന്നിട്ട് നീ എപ്പോഴും ഇവൻ നിന്റെ ചേട്ടനല്ല എന്ന് പറയുന്നുണ്ട്, എന്നാൽ എപ്പോഴും ഇവന്റെ ഓട്ടോയിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു സമയം അനിയത്തി തന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പറയാണ് നീ നന്നായി നോക്കിക്കോ, ഇതാണ് എൻ്റെ ചേട്ടൻ, ഇനിയിപ്പോൾ നിനക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ ഡയലോഗ് കേട്ടിട്ട് ചേട്ടനും ഭയങ്കരമായിട്ട് സന്തോഷം വന്നിട്ട് അവിടെ കരയുന്നുണ്ട്.